അസ്സലാമു അലൈക്കും. ഇന്ന് സൗദി രാജാക്കന്മാരുടെ പഴയ ക്യാപിറ്റൽ ആയിട്ടുള്ള ദിരിയയിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ദിരിയ പാലസും അതിന്റെ പരിസരത്തുണ്ടായിരുന്ന പഴയ സിറ്റി ഭാഗങ്ങളെല്ലാം ഇപ്പൊ പുതുക്കിയിട്ട് ഒരു അമ്യൂസ്മെന്റ് ഏരിയനാക്കി മാറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന പോലുള്ള കൺസ്ട്രക്ഷൻസ് ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാം. കുറെ വലിയ വലിയ ഹോട്ടലുകളും അതുപോലെ കഫേസും കുറെ എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇവിടെ ഇതിനകത്തുണ്ട്. പിന്നെ പണിയൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ ഇതിനകത്തൊരു മ്യൂസിയവും ഷോപ്പിംഗ് മോളും പണ്ടത്തെ സൂക്കൊക്കെ പോലുള്ള അതെല്ലാം ഉണ്ടാവുന്ന കേൾക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിനകത്തോട്ടൊന്ന് കയറി നോക്കാം അല്ലെ. വൈകിട്ട് ഇതിലൂടെ നടക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു കുറേ കാലം മുന്നേ പണ്ടെങ്ങോ സൗദിയിലെത്തിയ പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. ഇവിടെ വരാനായിട്ട് എൻട്രൻസ് ഫീസ് ഉണ്ട്. അത് ഫെസ്റ്റീവ് സീസണിൽ റമദാനൊക്കെ പോലുള്ള സമയങ്ങളിൽ ഇല്ല. അപ്പൊ അത് എത്രയാന്നുള്ളത് ദിരിയയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ കയറിയിട്ടൊന്ന് പ്രീ ചെക്ക് ചെയ്യുക. ഇനി എൻട്രൻസ് ഫീസ് ഇല്ലെങ്കിലും പാർക്കിംഗ് ഫീസ് ഉണ്ട്. അതൊന്ന് കൺഫേം ചെയ്തിട്ട് വേണം വരാനായിട്ട് കേട്ടോ. ഇത് പണ്ട് ഉണ്ടായിരുന്ന സൗദിയിലെ ഒരു കിണറിന്റെ ഒരു മാതൃകയാണ്. പണ്ട് ഇവിടെ ഉണ്ടായിരുന്നതാണോ എന്നുള്ളത് എനിക്കറിയില്ല. അവിടെ ആരും ഉണ്ടായിരുന്നില്ല അതൊന്നും പറഞ്ഞു തരാനായിട്ട്. എന്നാലും പണ്ടത്തെ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. ഞാൻ കുറെ എത്തിയൊക്കെ നോക്കി അതിനകത്ത് വെള്ളം ഉണ്ടോന്ന്. വെള്ളമൊന്നും കാണാനൊന്നുമില്ല. കുറെ മുന്നോട്ട് പോയപ്പോ അവിടെ പണ്ടത്തെ പാലസ് കാണാൻ പറ്റി. അപ്പോ ഞങ്ങൾ അതിന്റെ അടുത്തോട്ടേക്ക് പോയി. അവിടെ എത്തിയപ്പോഴാണ് അറിയാൻ പറ്റിയത് അവിടെ ലൈറ്റ് ഷോ വരാൻ പോകുന്നുണ്ട് എന്നുള്ളത്. മുന്നേ അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എത്തിയ സമയത്താണ് പെട്ടെന്ന് ബാക്കിയുള്ള ലൈറ്റ് എല്ലാം ഓഫ് ആവുന്നതും അവിടെ ലൈറ്റ് ഷോ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ അവിടെ പറഞ്ഞത് സൗദിയുടെ ഹിസ്റ്ററിയാണ്. അപ്പൊ നമുക്ക് അത് എന്താന്നുള്ളതൊന്ന് കേട്ടു വെക്കാം. സൗദിനെ പറ്റിയിട്ട് ഒന്ന് നമുക്കും അറിയാലോ, എന്തൊക്കെയായിരുന്നു പണ്ട് സൗദി, എങ്ങനെയാണ് സൗദി ഉണ്ടായിരുന്നേന്നൊക്കെ ഉള്ളത്. Earliest forefather of the Al Saud royal family established the emirate of Al-Riya in the heart of the Arabian Peninsula. On the fertile banks of the Wadi Hanifa, Al-Riya thrived in prosperity, influence, and size. In the 18th century, the ruler Imam Mohammed bin Saud founded the first Saudi state. From then on, Al-Riya rapidly became the most important emirate of Central Arabia. The foundation of the Saudi state was based on Imam Mohammed bin Saud's family legacy back at the time when the Banu Hanifa tribe settled down in the Al-Imam region in Central Arabia. He forged agreements among the tribes and towns and established security to the pilgrim and trade routes, giving stability to the entire region. Under the leadership of Imam Mohammed bin Saud, Al-Riya grew from a small emirate to a powerful state that created unity, stability, and prosperity, and promoted the reform call of those
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എപ്പോഴും ഉള്ളതിനെക്കാട്ടും കുറച്ച് ലെങ്തിയാണ് വീഡിയോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസായിട്ട് വരാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.